രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അന്വേഷണത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ആവശ്യത്തിന് രാഹുൽ മാങ്കൂട്ടം സെക്യൂരിറ്റി കൊടുത്തില്ല എന്ന് പറഞ്ഞ് തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാറിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഡിവൈഎസ്പി നന്ദകുമാറിനെ സസ്പെൻഡ് ചെയ്തത്? മറ്റു കാര്യങ്ങളൊന്നും പറയാൻ പറ്റാതെ വന്നപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം മതിയായ സെക്യൂരിറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അന്വേഷണത്തിൽ അദ്ദേഹം വീഴ്ച പറ്റി. അന്വേഷണ സ്ഥലങ്ങളിലൊന്നും ഡിവൈഎസ്പി ചെന്നില്ല. ഹോട്ടലിൽ വെച്ച് തെളിവെടുക്കുന്ന സന്ദർഭത്തിൽ ഡിവൈഎസ്പി കണ്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ആരോപണങ്ങൾ നിലവിലുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് സെക്യൂരിറ്റി കൊടുത്തതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി 3 കേസുകളുള്ളത് നമുക്കറിയാം. 3ാമത്തെ കേസിലാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. 3ാമത്തെ കേസ് അന്വേഷണം നടത്തുന്ന തിരുവല്ല സബ് ഇൻസ്പെക്ടറാണ്, SHO ആണ്. അതോ ആ കേസിന്റെ അന്വേഷണത്തിൽ മതിയായ സെക്യൂരിറ്റി കൊടുക്കാൻ ബാധ്യസ്ഥനാണോ ഈ ഡിവൈഎസ്പി? ലോക്കൽ പോലീസോ അല്ലേ അത് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ അവിടുത്തെ SP അല്ലേ സംരക്ഷണം കൊടുക്കേണ്ടത്? കാരണം MLA ആണ്, വളരെ കോൺട്രവേഴ്സ്യലാണ് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ അന്വേഷണവും മറ്റും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ SP മതിയായ പ്രൊട്ടക്ഷൻ കൊടുക്കണം. കേസിൻ്റെ അന്വേഷണം തിരുവല്ല ഡിവൈഎസ്പി അല്ല നടത്തുന്നത്, അവിടുത്തെ SHO ആണ്. തിരുവല്ല ഡിവൈഎസ്പിക്ക് അറിയാം ഈ കേസിനകത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ചിലപ്പം പെൻഷൻ വാങ്ങിക്കില്ല എന്ന്. കാരണം അതൊരു കേസിൻ്റെ എല്ലാ പ്രൊവിഷൻസും അതിൻ്റെ അകത്ത് വരുന്നില്ല. ഒരു റേപ്പ് കേസ് എന്താണെന്ന് നമുക്കറിയാം. ഇത് 1.5 വർഷം മുമ്പ് അവരെ പീഡിപ്പിച്ചു എന്നാണ് ആ പരാതി. അതും ആ പരാതിയുടെ ആ നിയമപ്രശ്നത്തിൽ കൂടെ അല്ല പല കാര്യങ്ങളും മുന്നോട്ട് പോയത്. അവർ KPCC പ്രസിഡന്റിന് ഒരു പരാതി കൊടുത്തു. അത് ഓൺലൈനിലാണ്. അത് വന്നിട്ടാണ് ഈ കേസ് എടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും കേസിന്റെ അന്വേഷണത്തിൽ വലിയ എവിഡൻസ് ഒന്നും ഈ കേസിന് ലഭിക്കില്ല. 3ാമത്തേന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വലിയ വിവാദമായി. കാരണം അറസ്റ്റിന് അദ്ദേഹത്തിനെ പാലക്കാട്ടിട്ട് അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ആ MLA താമസിക്കുന്ന ഹോട്ടലിൽ കയറി ബലമായി അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുവരികയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുത്താൽ അന്നേരം വരണം. 2 കേസിൻ്റെയും ജാമ്യത്തിൽ നിൽക്കുന്ന കണ്ടീഷൻ അങ്ങനെയാണ്. എപ്പം വിളിച്ചാലും വരണം, അന്വേഷണത്തിൽ സഹകരിക്കണം, പോലീസുമായിട്ട് സഹകരിക്കണം. അന്വേഷണത്തിന് പോലീസിന് തെളിവുണ്ടാക്കി കൊടുക്കാൻ സഹകരിക്കാനായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതൊരാളുടെ റൈറ്റാണ്. ആ കേസ് പോലീസിന് അന്വേഷിക്കാൻ, തെളിവ് കണ്ടെത്താം. പക്ഷേ പ്രതി തെളിവുകൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ നിയമസംഹിതയിൽ അത് ഉൾക്കൊള്ളൂല. കാരണം ഒരു പ്രതി ഭരണഘടന അനുസരിച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അയാൾക്കെതിരായി ശിക്ഷിക്കാൻ വേണ്ടി തെളിവ് കൊടുക്കാൻ ഇന്ത്യൻ നിയമത്തിലെങ്ങും പറയുന്നില്ല. അത് ബാധകവുമല്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം അവിടെ ഓടിയെത്തുമായിരുന്നു. പക്ഷേ നടന്നില്ല. ഇപ്പോൾ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റെന്തോ ചില കാര്യങ്ങളാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം സെക്യൂരിറ്റി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ SP-യും കൂടെ ഒന്ന് സസ്പെൻഡ് ചെയ്യണമായിരുന്നു. അതും ചെയ്തില്ല. കാരണം വളരെ ഈ കേസ് അറിയാം, ആൾക്കൂട്ടമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ബഹളവും ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി DYFI SFI പ്രകടനമുണ്ട്. അവരദ്ദേഹത്തിനെ തീർച്ചയായിട്ടും വഴി തടയും, കോടതി കയറ്റാൻ സമ്മതിക്കില്ല. അങ്ങനെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആക്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റി മതിയായ രീതിയിൽ കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ സെക്യൂരിറ്റി സാധാരണഗതിയിൽ കൊടുക്കുന്നത് അദ്ദേഹം അന്വേഷണത്തിന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സെക്യൂരിറ്റി കൊടുക്കും, ലോക്കൽ പോലീസ് കൊടുക്കും. അത് SP അതിനാവശ്യമുള്ള മെന്നിനെ ആംഡ് പോലീസ് റിസർവിൽ നിന്ന് കൊടുക്കണം. കാരണം ഇത് സ്വല്പം കോൺട്രവേഴ്സ്യലായ സംഗതി ആണല്ലോ. എന്തായാലും ഹൈക്കോടതിയിൽ നമുക്കറിയാം, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയൊക്കെ ഉത്തരവനുസരിച്ച് ഈ കേസിനകത്ത് പരസ്പര സമ്മതത്തോടുള്ള ഒരു സെക്ഷൽ ബന്ധത്തിന് അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, അത് കേസ് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി ജഡ്ജി കൗസർ ഇടപ്പഴകത്തിന്റെ തന്നെ സുപ്രധാനമായ ഒരു നിരീക്ഷണവും ജഡ്ജ്മെന്റും ഉണ്ട്. അതുപ്രകാരം ഇത്
പരസ്പര സമ്മതത്തോടു കൂടിയ ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണ്, അത് റേപ്പിൻ്റെ പരിധി വരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേ രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള പരസ്പര സമ്മതത്തോട് ഒന്നിച്ച് ചേർന്ന് നടന്ന് കെട്ടിപ്പിടിച്ച് നടന്ന് അങ്ങനെയുള്ള ബന്ധത്തിനകത്ത് ഒരു റേപ്പ് നിലനിൽക്കില്ല. ഇത് ഏകദേശം ഒന്നര വർഷം മുമ്പുണ്ടായ ഒരു സംഭവം. ആ സംഭവം എന്തുകൊണ്ടാണ് ഇപ്പം പരാതി പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു നിയമം പറയുന്ന തെളിവുകളും കുറ്റങ്ങളും ഒന്നും നിയമങ്ങളും കുറ്റങ്ങളും ഒന്നും നമുക്ക് അതിനകത്ത് വ്യവച്ഛേദിച്ചെടുക്കാൻ കഴിയില്ല. കാരണം റേപ്പിന്റെ പരിധി വരത്തില്ല. അത് പരസ്പര സമ്മതത്തോടെയുള്ള ചില ബന്ധങ്ങളാണ്. അത് അവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞപ്പം ആ ഒരു കേസ് കൊടുത്ത് കുരുക്കാൻ നോക്കുന്നതും നിലനിൽക്കില്ല. അത് കോടതിയിൽ 3 കേസിനകത്തും ജാമ്യം കൊടുക്കുന്ന സമയത്ത് ജില്ലാ സെഷൻസ് കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിനകത്തും കാര്യമായ ഒന്നും പോലീസിന് ചെയ്യാൻ പറ്റില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേസ് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടും രാഷ്ട്രീയ സമ്മർദ്ദത്തോടുകൂടി കേസെടുക്കുന്നത് തീർച്ചയായിട്ടും അത് വികലമായ ഒരു അന്വേഷണത്തിലേക്ക് പോകും. തെളിവില്ലാത്തൊരു അന്വേഷണം പോകും. പോലീസിന് കേസെടുക്കാൻ പറ്റാത്ത ഒരു കേസാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പെൻഷൻ വാങ്ങാതെ സർവീസിൽ നിന്ന് പിരിയേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇപ്പം വരുന്ന വാർത്തകൾ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റു ചില ദുരുദ്ദേശത്തിലാണ്. കേസിന്റെ അന്വേഷണം കള്ളത്തെളിവ് ഉണ്ടാക്കാൻ ഡിവൈഎസ്പിയോ സർക്കിൾ ഇൻസ്പെക്ടറോ കൂട്ടി നിൽക്കില്ല. കാരണം കേസ് നിലനിൽക്കേണ്ട ഒരു ആവശ്യം ചില വ്യക്തികൾക്കും ചില ഓഫീസർമാർക്കും ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അന്വേഷണം നടത്താൻ ഡിവൈഎസ്പി തയ്യാറായിട്ടില്ല. അതുകൊണ്ടായിരിക്കും ആ പാവത്തിനെ സസ്പെൻഡ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നത്. അത് സെക്യൂരിറ്റി മതിയായി കൊടുത്തില്ല എന്നുള്ള കാരണം പറഞ്ഞു. പക്ഷേ ഈ കള്ളക്കേസിനകത്ത് ഒരു തെളിവുണ്ടാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കരുത്. സ്വാഭാവികമായി നാച്ചുറലായിട്ട് വരുന്ന തെളിവുണ്ട് സ്വീകരിക്കുക. അല്ലാതെ നിയമപരമായിട്ട് നിലനിൽക്കാത്ത ഒരു കേസ്, രണ്ടാമത് കോടതിയുടെ ശക്തമായ എതിർപ്പുകൾ പല ജഡ്ജ്മെന്റിൽ കൂടി ഇതുപോലെയുള്ള കള്ളക്കേസുകൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നടപടികളും വലിയ ജഡ്ജ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡിവൈഎസ്പി ഈ കേസിനകത്ത് സസ്പെൻഷൻ കിട്ടിയത് ആ മേലധികാരികളോ അല്ലെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഈ രീതിയിൽ ഒരു കേസ് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നിയമപരമായ അദ്ദേഹത്തിന് ബാധ്യതയില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അല്പം പിന്നോക്കം പോയത്. അതിൻ്റെ പേരിലായിരിക്കണം അദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതും സെക്യൂരിറ്റി മതിയായ രീതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് അത് വെറുതെ ഒരു ആരോപണം എന്ന രീതി അത് കൂടുതലൊന്നുമില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്താൻ DGP ഇപ്പം ഉത്തരവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറ്റാരോപണ മെമ്മോ കൊടുക്കും. അദ്ദേഹത്തിന് എൻക്വയറി അദ്ദേഹത്തിനായിട്ട് നടക്കും. പക്ഷെ ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ അദ്ദേഹം മതിയായ സെക്യൂരിറ്റി കൊടുത്തില്ല എന്നുള്ള രീതി തന്നെ. അത് അങ്ങനെ കൊടുക്കണമെങ്കിൽ അതിലെ മെന്നും മറ്റതുമൊക്കെ SP കീഴിലാണ്. വളരെ ആംഡ് പോലീസിന് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ SP കൊടുക്കേണ്ടത്. അദ്ദേഹത്തിനെതിരായിട്ട് നടപടി എന്തുകൊണ്ട് എടുത്തില്ല ഇതേ ഗ്രൗണ്ടിൽ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചോദിച്ചു പോകും. എന്തായാലും ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്ത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, എന്തുകൊണ്ട് ആ കേസ് അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് റെഫർ ചെയ്ത് കളയേണ്ട 3 കേസുകളല്ലേ എന്നാണ് നിയമപരമായ ബോധമുള്ള ആൾക്കാരും പറയുന്നത്. എന്തായാലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ആ കേസിന്റെ രജിസ്ട്രേഷനും അന്വേഷണവും മറ്റും.